എന്റെ വന്യപിതാവ് യശശരീരനായ കുട്ടമ്മേനോന്റെ പാവന സ്മരണയ്ക്ക് ത്രിമൂർത്തിം ഭക്തി സംഭൂതാ ശ്രീവിദ്യാം മന്ത്രമാതൃകാ ത്രിശക്തി മധ്യനിലയാ ധ്യായേമോ കാന്തികാം സദാ. ഞാനാണ് CID ഓഫീസർ രാജൻ മേത്ത. ഓ, ഇതാ വരുന്നേ. CID ഓഫീസർ വന്നാലേ വാതിൽ തുറക്കുമല്ലേ? ഇന്നലെ വരെ ഞങ്ങളുടെ കൂടെ നിന്ന് എല്ലാം നേടിയിട്ട് ഇന്ന് നീ പോലീസിന്റെ പിണിയാളായി. വഞ്ചകി. ഇല്ല ഡിക്രൂസ്, ഇല്ല. പോലീസ് എന്നെ പിടികൂടി ഇവിടെ താമസിപ്പിച്ചതാണ്. സത്യമായി ഞാൻ യാതൊരു രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടില്ല. പ്ലീസ് ബിലീവ് മീ, പ്ലീസ് എന്നെ വിശ്വസിക്കൂ. Bloody idiot.
ഞാൻ പറഞ്ഞതെല്ലാം ചെയ്തു കഴിഞ്ഞോ? യെസ് ബോസ്. രാജൻ മാത്യുവിനെ കൊന്നതുകൊണ്ട് മാത്രം നാം സുരക്ഷിതരായി എന്ന് ധരിച്ചുകൂടാ. ഷുവർ. ഗവൺമെന്റ് മേധാവികൾ വെറും വിഡ്ഢികളല്ല. ഡൽഹിയിൽ നിന്ന് പുതിയ CIDയെ ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അറിവ്. യെസ് ബോസ്. അതൊരു ചെറിയ കാര്യമാണ്. നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള മാർഗമാണ് നാം ഉടനെ ആരായേണ്ടത്. ഉയർത്തിപ്പിടിച്ച് ജനങ്ങളെ അസ്വസ്ഥരാക്കണം. ആ അസ്വസ്ഥതയെ നാം പ്രയോജനപ്പെടുത്തണം. എങ്കിലേ നമ്മുടെ വിദേശീയ സുഹൃത്തുക്കളുടെ ലക്ഷ്യം ഫലിക്കൂ. ഞാനത് മനസ്സിലാക്കുന്നു ബോസ്. യെസ്. ഇനി നിങ്ങൾക്ക് പോകാം. ഉടനെ പുതിയ CIDയെ പിന്തുടരുക. ബെസ്റ്റ് ഓഫ് ലക്ക്. യെസ് ബോസ്. ക്വാളിഫിക്കേഷൻ MA ഫസ്റ്റ് ക്ലാസ്. നിങ്ങൾ ഇതിനു മുമ്പ് എത്ര കൊലക്കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്? 16 നിങ്ങൾ പോലീസിൽ പിടിപെട്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെ രക്ഷപ്പെട്ടു? ജയിൽ ചാടി പോന്നു. ഗുഡ്. യു ആർ സെലക്ടഡ്. താങ്ക് യു. ഗുഡ്. നെക്സ്റ്റ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ അനുഭവപ്പെട്ടു? നിങ്ങൾക്ക് എങ്ങനെ അനുഭവപ്പെട്ടോ അതുപോലെ. വെരി ഗുഡ്. നിങ്ങൾ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. പോകാം. നെക്സ്റ്റ്. നിങ്ങളുടെ പേരെന്താ? ലത. നിങ്ങൾക്ക് ഒരേ സമയത്ത് എത്ര പേരെ ചെയ്യാൻ സാധിക്കും? ലവ്. നിങ്ങൾക്ക് ഒരേ സമയത്ത് എത്ര പേരെ സ്നേഹിക്കാൻ തരാനൊക്കും? ഗുഡ് ഗുഡ്. മിടുക്കി പെണ്ണ്. ഗോ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. Are they all selected? യെസ് ബോസ്. That's fine. Well, boys and girls, looking very fresh this morning. Good. നിങ്ങളെല്ലാം ഈ സംഘടനയിലേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. ഈ കമ്പനിയിൽ ചേരാൻ കഴിഞ്ഞ നിങ്ങൾ ഭാഗ്യശാലികളാണ്. അച്ചടക്കം, അതായിരിക്കണം നിങ്ങളുടെ ആദ്യ പാഠം. ആത്മാർത്ഥതയും സത്യസന്ധതയുമായിരിക്കണം നിങ്ങളുടെ സ്വഭാവത്തിന്റെ മുഖമുദ്ര. Well, madam, please take them to training camp, will you? വരണം. ഡൽഹിയിൽ നിന്നും നമ്മുടെ അടുത്ത ഇര പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഉടനെ കവർ ചെയ്യണം. യെസ്. പുതിയ CID ആദ്യമായി വന്ന് വീഴുന്നത് നമ്മുടെ വാൾമുനയിലായിക്കൊള്ളട്ടെ. ഓർമ്മ വേണം. വെരി ഗുഡ്. വാക്കുകളിൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ കാണിക്കണം. ഓക്കെ ബോയ്? ഓക്കെ. ഇത് ദേഹം നടന്നു. അവന്മാരാരെങ്കിലും കുറെ വരും. ആ ടിക്കറ്റ് എക്സാമിനർ എന്നോടൊരു ചോദ്യം, ഡൽഹിയിൽ നിന്നും വരികയല്ലേ എന്ന്. അതിനേക്കാൾ രസമല്ല, കമ്പനി ടിക്കറ്റ് എടുത്തു തന്നാണ്, അത് കളവ് പോയതാണ്, കാണാതായി എന്നൊക്കെ പറഞ്ഞാലൊന്നും വിശ്വസിക്കില്ല. ആ പോലീസ് ഇൻസ്പെക്ടർ ഇല്ലായിരുന്നെങ്കിലേ രണ്ടിനെയും തട്ടി അകത്താക്കിയാൽ. വിട്ടോ വിട്ടോ വിട്ടോ. രാമ നോക്കൂ, അവന്മാർ തന്നെ ആ CID. ഈ ടൗൺ കഴിയുന്നതല്ല, നീ ഒന്നും മിണ്ടാതേരി. അവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു. ആ പുറയിലത്തെ കാറിൽ വരുന്നവർ മിസ്റ്റർ ബഹദൂറിന്റെ പരിചയക്കാരാണ്. എന്ത് ചെയ്യാം എന്റെ ഭാഗ്യം. ഞാൻ അല്പം പ്രസിദ്ധനായിട്ട് എവിടെ ചെന്നാലും വീട്ടിൽ തന്നെ. ഞാൻ ഈ വിഗിന്റെ ഹോൾ റെപ്രസെന്റേറ്റീവ് അല്ലേ. എത്ര കഷണ്ടികളാണ് ഞാൻ എന്റെ വിഗ് വെച്ച് മറച്ചിരിക്കുന്നതെന്നറിയാം. അവരും കസ്റ്റമേഴ്സ് ആയിരിക്കും. അയ്യോ, അവര് കണ്ണു പിടിച്ച് കാണിക്കുന്നല്ലോ. അയ്യോ, അവര് കൊന്നുകളയെന്ന് പറയുന്നു. എങ്കിലവര് എന്നെ ആയിരിക്കില്ല നോക്കുന്നത്, ആദ്യമായിരിക്കും. എന്റെ ആണെന്നല്ല, ഞാൻ വെറും ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവ് മാത്രമൊന്നുമല്ല, ഒരു ഡിക്റ്റേറ്റീവും കൂടാണ്. ഓർമ്മ വേണം. സത്യം പ്രവർത്തന ചാരന്മാരല്ലേ, ചുമ്മായിരിക്കണം. ചാരമല്ല, ചാമ്പലുമല്ല. അവരിങ്ങ് അടുത്ത് വന്നാലെന്താ, അവർ കൊന്നുകളയും. താൻ പേടിക്കും, ഞാൻ പേടിക്കില്ല. ഡ്രൈവർ, വണ്ടി നിർത്ത്.
മാച്ച് ബോക്സ് ഉണ്ടോ? അയ്യോ, എന്റെ ഭാഷ ഇത് തമിഴ്നാടല്ലേ, ഇംഗ്ലീഷിൽ ചോദിക്കാവൂ. ഞാൻ ചോദിക്കാം. വത്തിപ്പെട്ടി എടുക്ക. പിന്നെ അവന്മാരെ പേടിക്കാനില്ല. എവിടെ ചെന്നാലും ഒരു ഏടാകൂടം കാണും. അവനല്ല, അവന്റെ തന്ത വന്നിരുന്നാലും ശരി. അവന്റെ തന്തയുടെ വന്നാലും ശരി. ചെറുക്കൻ വിസിലടിച്ചോ പോലീസിന്റെ വിസിലാണെന്ന് പറഞ്ഞ് ഓടിക്കളഞ്ഞു. എഴുതിക്കോളൂ. മിസ് ഉഷ നായർ MSc, മിസ് റാണി പൊതുവാൾ MSc, മിസ് സെലീന തോമസ് MSc. MSc. ഫൈൻ. അഡ്രസ് പ്ലീസ്. 3 പേരുടെ അഡ്രസ് ഒന്ന് തന്നെ. ജിയോളജിക്കൽ റിസർച്ച് സെന്റർ, ന്യൂഡൽഹി. ഐ സി. റിസർച്ച് കോളേജ് ആണല്ലേ? അതെ, ഞങ്ങളൊരു സ്റ്റഡി ടൂറിന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ സ്ഥലത്തെ ചില പാറകൾ പരിശോധിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വെരി ഗുഡ്. എനിക്ക് പഠിക്കുന്ന യുവതികളോട് ഒരുതരം ഭക്തിയാണ്. കണ്ടുമുട്ടുവാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. ആട്ടെ, നിങ്ങൾക്ക് 3 റൂം വേണോ അതോ 1 മതിയോ? ഒരു കോട്ടേജ് മതി. ആട്ടെ, ബൈ ദ ബൈ, നിങ്ങളുടെ നാട് എവിടെയാണ്? ഞങ്ങളുടെ അഡ്രസ് ഒക്കെ തന്നു കഴിഞ്ഞില്ലേ, പിന്നെന്തിനാ നാടും വീടും ഒക്കെ ചോദിക്കുന്നത്? കോട്ടേജ് എവിടെയാ? സോറി, ദാമു. വെരി ഗുഡ് സോങ്. 1-ാം തരം പാട്ട്. എന്താ ഞാൻ വന്നത് ശല്യമായോ? സത്യം പറയാമല്ലോ, ശല്യമായി. മിണ്ടാതിരിക്കും സലീന. കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെയാണോ മാനന്മാരോട് സംസാരിക്കുന്നത്? ക്ഷമിക്കണം, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാണ്. ഈ കോട്ടയിൽ അസൗകര്യമൊന്നുമില്ലല്ലോ? ഒരസൗകര്യവുമില്ല. 1-ാം തരം കോട്ടേജ്. വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തന്നെ സലീന പറയുന്ന കേട്ട് പരിഭവം തോന്നരുത്. അവൾ ഇങ്ങനെയാ, മുഖത്തടിച്ച പോലെ സംസാരിക്കും. പക്ഷെ ആള് പാവമാ. സാരമില്ല, എനിക്കിതെല്ലാം നല്ല പരിചയമാണ്. ഞാൻ അടുത്ത മുറിലെ സാഹിബിനെ കാണാൻ വന്നതാ. പാട്ട് കേട്ടപ്പം കാലുകൾ അറിയാതെ ഇങ്ങോട്ട് തിരിഞ്ഞു. നന്നായി പാടുന്നുണ്ട്. വെരി ഗുഡ് പാട്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഉഷ വലിയ പാട്ടുകാരിയല്ലേ, പ്രോഗ്രാം ഒക്കെ നടത്താറുണ്ട്. ഡൽഹി മലയാള സമൂഹത്തിലെ ഏറ്റവും വലിയ പാട്ടുകാരിയാണ് ഉഷ. സമയം ഒരുപാടായി. സാറിന് ഓഫീസിൽ ജോലിയൊന്നുമില്ലയോ സലീന? പറഞ്ഞതുപോലെ ഞാനതങ്ങ് മറന്നുപോയി. പിടിപ്പത് ജോലി കിടപ്പുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ പഠിക്കണ്ട. പ്രൊപ്പറേറ്റർ അദ്ദേഹം ഇന്നലെ രജിസ്റ്റർ കണ്ടു. ഞാൻ നിങ്ങളുടെ കാര്യം പറഞ്ഞു. പഠിക്കാൻ വന്നവരാണെന്ന് അറിഞ്ഞപ്പോ അദ്ദേഹം വളരെ സന്തോഷിച്ചു. ആരാണ് നിങ്ങളുടെ പ്രൊപ്പറേറ്റർ? ആഹാ, നിങ്ങൾക്കറിയില്ലേ? ഗോപിപ്പിള്ള എന്ന് പറഞ്ഞാൽ ഈ നാട് മുഴുവൻ കിടുങ്ങും. അത്രയ്ക്ക് പ്രതാപശാലിയാണ്. എന്നിട്ട് ഞങ്ങൾക്കൊന്നും കിടുങ്ങുന്നില്ലല്ലോ. നിങ്ങൾക്ക് കിടുങ്ങും. സമയമാകുന്നതേ ഉള്ളൂ. ആ പറഞ്ഞതിന്റെ അർത്ഥം അനർത്ഥം തന്നെ. ഗിരീഷ് കാപ്പി കുടിച്ചോ ദേവി?
അപ്പോഴത്തേക്കും കണ്ണു നിറഞ്ഞല്ലോ. ആസ്വദിക്കാൻ പഠിക്കൂ ദേവി. മറ്റെന്ത് മാർഗം നമുക്കുണ്ട്? ഞാനൊരു പ്രാവശ്യം കാപ്പിയുമായി അവിടെ ചെന്നു. അവൻ വെറുതെ ഇരുന്ന് കരയുക. എന്റെ മുഖത്ത് പോലും നോക്കുന്നില്ല. ശരി ഗിരീഷൻ, ഞാൻ കാപ്പ് കൊടുക്കാം. ഞാൻ കൊടുത്താൽ അവൻ കുടിക്കാതിരിക്കും. മനുഷ്യൻ എത്ര സുന്ദരമായ പദം. പക്ഷെ അവന്റെ ഹൃദയമോ സ്നേഹവും ധർമ്മവും അവിടെ തടവിൽ കിടക്കുന്നു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ എല്ലാ നന്മകളും അവിടെ ചവിട്ടി മെതിക്കപ്പെടുന്നു. ജോസഫൈൻ, my dear, നീ സത്യത്തിന്റെ ചൈതന്യമാണ്, സ്നേഹത്തിന്റെ ശാന്ത സമുദ്രമാണ്. മൂല്യങ്ങൾ മോക്ഷം തേടി വരുന്നത് നിന്റെ കാൽ ചുവട്ടിലാണ്. പക്ഷേ ഈ ഗിരീഷിനെ നീ കൈവടിഞ്ഞു. എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നു. എല്ലാം. ഗിരീഷ്, ഇതാ കാപ്പ് കുടിക്കൂ. എന്റെ ചേട്ടൻ എന്റെ ചേട്ടൻ എന്തിനു വന്നു? ഞാനിനി അമേരിക്കയിലേക്കില്ല. എന്റെ ജോസഫ് അലിയില്ലാത്ത കാലിഫോർണിയയിലേക്കാണ്. പുതുതെ എങ്ങോട്ട് പോണ്ട. ആ പെണ്ണാണ് എന്റെ അനിയന്റെ ജീവിതം തകർത്തത്. സമാധാനപ്പെടും ദേവി. എന്റെ പൊന്നനിയനോട് ഈ ചേട്ടനല്ലേ പറയുന്നത്? ഇതാ കാപ്പി കുടിക്കൂ. എന്റെ അനിയനല്ലേ. കാപ്പി കാപ്പി. എന്തൊരു വിധിയാണ്. മക്കളില്ലാത്ത നമുക്ക് ദൈവം തന്ന മകനായിരുന്നു അവൻ. അവനോട് ദൈവം എന്തിനെ അനീതി കാട്ടി. എത്രയെത്ര ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു. ആർക്കെങ്കിലും എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുക? മനസ്സിലാക്കാനാവാത്ത ലക്ഷണങ്ങൾ എന്നല്ലേ അവരെല്ലാം പറയുന്നത്. വേണ്ട, ഇനി ഒരു ഡോക്ടറെ കാണിക്കണ്ട. അവന്റെ അസുഖം തനിയെ ഭേദമാകും. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നടുവേദനയമ്മേ, എനിക്ക് നിവർന്ന് നിൽക്കാൻ വയ്യ. നിവർന്ന് നിന്ന അപ്പ എന്റെ നട്ടല്ലൂരി താഴെ വീഴും. അവന്മാര് കലാപരമായിട്ടാണ് ഇടിച്ചത്. എന്റെ അടിവയറിനാണ് ഇടികൊണ്ടത്. എനിക്കൊരു സംശയം പാസി, അവന്മാര് തണ്ട് പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? എന്തോന്ന് ഇടി. ഞാൻ കൊണ്ടിട്ടുള്ള മേൽത്തര വിടികളുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അയ്യോ, എന്റെ അടിവയറാണ് കലങ്ങിയത്. പാസിയുടെ മുതുകും. എന്റെ അടിവയറ്റിൽ അവന്മാർ ഇടി ഇടിച്ചു. പക്ഷെ കൈ തെറിച്ചു പോയി. അവന്മാരുടെ ഭാഗ്യം എന്റെ പെട്ടി തുറക്കാനോ. പെട്ടിയിൽ എന്താണ് ഡൈനാമിറ്റ് ഉണ്ടോ? ഡൈനാമിറ്റിനേക്കാൾ ഉഗ്രമായ ഒരു സാധനമുണ്ട്. ഞങ്ങളുടെ കമ്പനി നിർമ്മിക്കുന്ന കത്തി. അതുകൊണ്ടൊരു ഏറഞ്ഞാണല്ലോ, അവന്റെ അപ്പൂപ്പന്റെ ചോര തെറിക്കും. അങ്ങനെ ഒരു കത്തി ഉണ്ടോ? എന്നൊന്ന് കാണട്ടെ. പിന്നെ തന്റെ ഈ കൊളവാഴ നാരുകൊണ്ട് വിഗ് ഉണ്ടാക്കുന്നവരാണെന്നായിരിക്കും. ഞാൻ നോക്ക്, ഞാൻ ഒരു ജെന്റിൽമാനാ. ഞങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്ന കത്തി കൊണ്ട് ഒരു പുതിയ തലമുറ ഉണ്ടാക്കാനാ ഞങ്ങളുടെ ഉദ്ദേശം. പേടിച്ചതല്ല, ലൊക്കേഷൻ തെറ്റിപ്പോയി. അയ്യോ, ഏതോ ബാർബർ ഷാപ്പിൽ നിന്ന് ചൂണ്ടിയതാണെന്ന് തോന്നുന്നുണ്ടല്ലോ ബാത്തി. അന്തസ്സുള്ള തൊഴിലാണ് ഞാൻ ചെയ്യുന്നത്. കഷണ്ടി സംഹാരി, ഓൾ പ്രൂഫ് വിഗ്, കഷണ്ടി ആക്രമിക്കാൻ അനുവദിക്കാത്ത വിഗ്. എന്താ കാണണ്ട? കാണണോ? അയ്യോ, എനിക്കിപ്പോഴും ആ വേദന പോയിട്ടില്ല. അയ്യോ, എന്തുകൊണ്ടാ വേദന? അയ്യോ, എന്തൊരു നാറ്റം. ഇത് പെണ്ണുങ്ങളുടെ തലയിൽ നിന്ന് അഴിഞ്ഞു വീണ തിരുപ്പനിൽ നിന്നും പണിഞ്ഞെടുത്ത ഒരു സാധനമാണല്ലോ. ഇവിടെ ബഹുദൂരെ തന്റെ ഈ കോട്ടൺ സൂട്ടും കണ്ടപ്പം താനൊരു കൊള്ളാവുന്നതാണെന്ന് എനിക്ക് തോന്നി. ഇത് കണ്ട മന്ത്രവാദ ശക്തിയുള്ള കത്തിയാണ്. കൊള്ളേണ്ടടുത്ത് കൊള്ളും. CID ഉപയോഗിക്കുന്ന കത്തി, ജെയിംസ് ബോണ്ട് കത്തി.
ഓ അപ്പൊ ബാസി സർക്കസിലായിരുന്നു അല്ലേ? കത്തിയൊരു വശം ഉണ്ടാവും. ജയിച്ചോണ്ടേ നീ പറ്റിച്ചളവല്ലോടാ. എന്റെ പൊന്ന് വേദൂറെ, ഞാൻ ഇതുവരെ പറഞ്ഞ കള്ളവാ. കൊടുങ്ങല്ലൂർ അമ്മയാണ്. ഞാൻ കത്തികയുണ്ട് തൊട്ടിട്ടുമില്ല, അതാരുടെയും മേത്തോട്ട് കൊണ്ടിട്ടുമില്ല. നീ ഒരേറെറിഞ്ഞു, ഒരുത്തനെ തട്ടുകയും ചെയ്യും. ആരാണ് ഇവനെ പിടികൂടിയത്? ആരായാലും ഗവൺമെന്റിന് വലിയൊരു ഉപകാരമായി. എന്താണ് സാർ? ഇവൻ കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് 3-4 കൊലക്കേസുകൾ പ്രതിയാണ്. ഞങ്ങൾക്കിതെല്ലാം വളരെ നിസ്സാരമാണ്. ഞങ്ങളൊരു ഡക്ക് വേലയിൽ ഇവനെ വെട്ടി വീഴ്ചയല്ലേ ചെയ്തു. നിങ്ങളാരാണ്? ഞങ്ങൾ 2 എളിയ നിസ്വാർത്ഥ സേവകന്മാരാണ്. എന്റെ പേര് ഡിറ്റക്റ്റീവ് ഫസി. എന്റെ പേര് ഡിറ്റക്റ്റീവ് ബഹദൂർ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്സ് ആയിരിക്കും. ഞങ്ങൾക്ക് ഇതിലെല്ലാം വെറും ഒരു ഹോബിയാണ് എന്ന് വിചാരിച്ച് കൂടുതൽ കേസുകൾ തന്ന് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അങ്ങനെ പറഞ്ഞു ഒഴിയണ്ട. നിങ്ങൾ സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ട ഉപകാരങ്ങൾ ചെയ്തു തരണം. ഇവനെ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അല്ല, പോലീസ് സ്റ്റേഷനിൽ. നമ്മളുടെ നിയമം അനുസരിച്ച് നമ്മളുടെ പ്രവർത്തകരിൽ ഒരുത്തിനെ ഒറ്റിക്കൊടുത്ത നിന്നെ കൊല്ലുകയാണ് വേണ്ടത്. പക്ഷെ നിനക്ക് അരിത്തോളം മാപ്പ് തരുന്നു. Get out. Get out! Sit down, Mr. പുതുവാൾ. നാം കുറെ കൂടി ജാഗ്രതയായിരിക്കണം. വിദേശത്തു നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായങ്ങൾ വർദ്ധിക്കണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തി മണ്ഡലവും വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് സഹായം ചെയ്തുകൊണ്ടിരിക്കുന്ന വിദേശികൾ ഈ രാജ്യം ആക്രമിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് സാധിക്കണമെങ്കിൽ ഇവിടെ അരാജകത്വം സൃഷ്ടിക്കണം. യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ? വെൽ, ബൈ ദ ബൈ, ഹൈദരാബാദിലേക്ക് അയക്കാൻ ഏൽപ്പിച്ച കെട്ടുള്ള കാര്യം എന്തായി? അതെല്ലാം യഥാസമയം കൃത്യമായി എത്തേണ്ടടുത്ത് എത്തിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. കൂടാതെ പുതിയ ചില ഏജൻസികളെ നിയമിക്കാനും ശ്രമിക്കുന്നുണ്ട്. That's very nice. Well, Mr. De Cruz. Yes. അപ്പോഴപ്പോൾ മിസ്റ്റർ പൊതുവാളിനെ നിങ്ങൾ പിന്തുടർന്നുകൊള്ളണം. പൊതുരംഗത്ത് മാന്യനായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഒരു പ്രവർത്തനമാണ് അദ്ദേഹം. അദ്ദേഹത്തിനാണ് കൂടുതൽ സംരക്ഷണം ആവശ്യമായിട്ടുള്ളത്. So see that proper protection is given to him. I will do it. ഇന്നലെ നടന്ന സംഭവത്തെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഏത് സംഭവം? ആ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സിന്റെ റൂമിൽ നടന്ന സംഭവം. അവർ ആ ഗൂഢസംഘത്തിൽപ്പെട്ട ഒരു വലിയ കുറ്റവാളിയാണ് കത്തിയെറിഞ്ഞു വീഴ്ത്തിയത്. അവനൊരു കിട്ടാപ്പുള്ളിയായിരുന്നു. ആ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ടിട്ട് പമ്പര വിഡ്ഢികളായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിലും സലീനയുടെ കണ്ണിൽ ആരാണ് വിഡ്ഢികളല്ലാത്തത്? എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നു. ഏതായാലും നമ്മൾ ജാഗ്രതയോടെ ഇരിക്കണം. അപ്പോഴേ നരേന്ദ്രൻ സാറില്ലേ അവിടെ? ഒന്നും കഴിക്കാറില്ലടാ മോനെ. അയ്യോ പാവം. പാവം അവിടെ കരിഞ്ഞ പോലെ. Yes, നരേന്ദ്ര സ്പീക്കിംഗ്. 10 ലക്ഷം രൂപയോ? Yes, 10 lakhs. അങ്ങനെയാണെങ്കിൽ നോക്കാം. എനിക്ക് ചെറിയ തുകൊണ്ടുള്ള കളിയൊന്നും ഇഷ്ടമല്ല. ഞാൻ ലക്ഷത്തിലും കോടിയിലും വിശ്വസിക്കുന്നവനാണ്. നക്കാപ്പിച്ച ഇടപാടൊന്നും എന്നെ കിട്ടുകയില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നമസ്കാരം സാർ. നമസ്കാരം. ഞങ്ങൾ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് ആണ്. മെറ്റലിന്റെ പ്രതിനിധിയാണ് ഞാൻ. ഞാൻ ബോൾ പ്രൂഫ് വിഗിന്റെ ഡീലറാണ്. കത്തിയും തലമുടിയും ഒക്കെ
ആവശ്യത്തിന് എന്റെ പക്കലുണ്ട്. കത്തി എപ്പോഴും കയ്യിൽ തന്നെ ഉണ്ടെന്നുള്ളത് മുഖം കണ്ടാൽ അറിയാമല്ലോ. ഞങ്ങൾക്ക് ആവശ്യം അങ്ങയുടെ ധാർമ്മികമായ പിന്തുണയാണ്, മോറൽ സപ്പോർട്ട്. എനിക്ക് തീരെ സമയമില്ല. വല്ല പണമോ മറ്റോ തന്ന് സഹായിച്ചാൽ മതിയെങ്കിൽ ഒരു കൈ നോക്കാം. ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. ഓക്കെ. നമസ്കാരം സർ. ഗുഡ് മോർണിംഗ്. ഹലോ, വരണം വരണം വരണം. വാട്ട്, 2000 rupees? 2000 രൂപയോ? നിങ്ങൾ അവമാനിക്കുകയാണോ? 25,000 രൂപയിൽ കുറച്ച് ഞാനിതൊരു സംഭാവന കൊടുത്തിട്ടില്ല. എന്റെ ദൈവമേ. ക്ഷമിക്കണം സാർ, സാറിന്റെ ഔദാര്യം പ്രസിദ്ധമാണ്. സാർ തരുന്നത് എന്ത് ഞങ്ങൾ സ്വീകരിക്കും. Yes, yes. നിങ്ങൾ പൊയ്ക്കൊള്ളൂ. ഞാൻ ചെക്ക് സ്കൂളിൽ കൊടുത്തു വിടാം. എടാ ചിന്നപ്പയ്യ, നമ്മൾ ഇന്നലെ വാങ്ങിച്ച ഇമ്പാലാക്കാരന്റെ 50,000 രൂപ കൊടുത്തോ? എടാ ബഹദൂറെ, ഇവരെന്തിനാണ് നമ്മുടെ മുറിയിൽ വന്ന് ഈ സ്റ്റണ്ടൊക്കെ കാണിച്ചത്? അതന്നെ ഞാനും ആലോചിക്കുന്നത്. ഇവന്മാർ ഈ വിവരക്കേട് ഇവിടെ വന്ന് കാണിക്കണ്ട. എടാ ബാസി, ഇത് സ്വർണ്ണമാണെന്ന് തോന്നുന്നല്ലോടാ. എടാ ബഹദൂറെ, നമ്മുടെ ബിസിനസ് ഒന്ന് പച്ച പിടിപ്പിക്കാൻ ഇവനെ വെച്ചൊരു പ്രയോഗം പ്രയോഗിക്കണം. നമുക്ക് ഇതാ നരേന്ദ്ര മുതലാളിക്ക് സമ്മാനിക്കാം. അയാൾ വിചാരിച്ചാൽ നമുക്ക് ബിസിനസ് പുഷ്പം പോലെ കിട്ടും. ഐഡിയ. സലീമേ, ഇതാ നോക്കൂ, ഈ കൈപ്പട്ട അവരുടെ സംഘത്തിന്റെ ചിഹ്നമാണ്. അവരെ കണ്ടുപിടിക്കാനുള്ള ഒരു നല്ല തെളിവാണിത്. ഗുഡ് ഐഡിയ. Bloody fool. Boys and girls, ഈ അനുഭവം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ സംഘടനയുടെ ഔദ്യോഗിക ചിഹ്നമായ ഈ കൈപ്പട്ട നിങ്ങളിൽ മേൽ അണിയണമെന്നില്ല. കാരണം ഈ മനുഷ്യൻ ഹോട്ടൽ ബ്ലൂ മൂണിൽ വെച്ച് ഇത്ര ഒരെണ്ണം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. നറിബോധം. നിങ്ങൾ 2-3 പ്രാവശ്യമായി പ്രൊപ്പറേറ്ററുടെ കാര്യം പറയുന്നല്ലോ. എവിടെയാണ് അദ്ദേഹം? അദ്ദേഹം ഹോട്ടലിൽ വരാറില്ലേ? വരും, പക്ഷെ എപ്പോഴാണെന്ന് പറയാൻ പ്രയാസമാണ്. അദ്ദേഹത്തിന്റെ അളിയന് ഭ്രാന്തി പിടിപെട്ട ശേഷം കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. ഭ്രാന്തോ? അതെ, അതൊരു വലിയ കഥയാണ്. ഗിരീഷ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സഹോദരനാണ്. മക്കളില്ലാത്തതുകൊണ്ട് അദ്ദേഹം ഗിരീഷിനെ സ്വന്തം മകനെ പോലെ വളർത്തി. ഉപരിപഠനത്തിനായി ഗിരീഷ് അമേരിക്കയിലേക്ക് പോയി. മടങ്ങി വന്നത് ജോസഫിൻ എന്ന ഒരു പെൺകുട്ടിയുമായിട്ടാണ്. അവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു. ഗോപിപ്പിള്ള അദ്ദേഹം എതിർത്തു. പക്ഷേ ആംഗ്ലയും പെങ്ങളും ഒരു പക്ഷം ചേർന്നു. ഗോപിപ്പിള്ള അദ്ദേഹം നാട് വിട്ടും പോയി. എന്നിട്ട് 1 കൊല്ലം ഈ ഹോട്ടൽ പൂട്ടിയിട്ടില്ല. ഞങ്ങളൊക്കെ പട്ടിണിയുമായി. ഭാഗ്യം കൊണ്ടോ ഭാഗ്യദോഷം കൊണ്ടോ ജോസഫിന് ഒരു ചൈനക്കാരുമായി പ്രേമത്തിലായി. അടുത്ത ദിവസം ഗിരീഷിന് ഭ്രാന്ത് തുടങ്ങി. എന്നിട്ട് ആ പെണ്ണ് എന്ത് ചെയ്തു? അവളെ ചൈനക്കാരുടെ സ്ഥലം വിട്ടു. നല്ല കഥ. പിന്നെന്തുണ്ടായി? വിവരം അറിഞ്ഞ് പ്രൊപ്പറേറ്റർ അദ്ദേഹം
പിണക്കമെല്ലാം മാറ്റി വെച്ചിട്ട് ഓടി വന്നു. പല ചികിത്സകളും ചെയ്തു നോക്കി, യാതൊരു ഫലവുമില്ല. ഗിരീഷ് എപ്പോഴും ചിന്തയിലാണ്. ഒരു മുറിയിൽ പോയി പതുങ്ങി, ചിലപ്പോൾ പൂജാമുറിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ഏതായാലും ആ വീട്ടിലെ സമാധാനം തകർന്നു. ഈ വലിയ ഹോട്ടൽ കണ്ടാൽ ഇതിന്റെ പിന്നിലുള്ള ഇത്തരം കഥകളെ പറ്റി ആരെങ്കിലും ചിന്തിക്കുമോ? അതാ വില്ലത്തിൽ നിന്ന് ഞാൻ പോയേക്കാം. ഞാൻ പറഞ്ഞാലും മറക്കരുത്. ഉഷയുടെ പാട്ട്. ഉഷയുടെ പാട്ടോ? അതൊക്കെ മിസ് റാണി പറയും. അല്ല, ഇത്രത്തോളമായോ? റാണി, നീ ഗവേഷണം നടത്തി ഞങ്ങളെയൊക്കെ തോൽപ്പിക്കുന്ന മട്ടുണ്ടല്ലോ. ഈ ഹോട്ടൽ പ്രൊപ്പറേറ്റർ ഗോപിപിള്ള ഒരു ഭയങ്കരനാണെന്ന് തോന്നുന്നു. അയാളുടെ കഥ ഞാൻ ചോർത്തിയെടുക്കുകയായിരുന്നു. എന്താണ് കഥ? അതൊക്കെ ഞാൻ പിന്നീട് വിശദമായി പറയാം. നമുക്ക് ഈ ഹോട്ടലുമായി കൂടുതൽ അടുക്കാൻ ഒരു വഴി വന്നിട്ടുണ്ട്. എങ്ങനെ? ഇന്ന് രാത്രി ഉഷയെ കൊണ്ടൊരു പാട്ട് പാടിക്കണം. ഒരു പാട്ടല്ലേ വേണ്ടത്? ആ കാര്യം ഞാൻ ഏറ്റു. Ladies and gentlemen, we welcome you all for the function. Now, Miss Usha Nair will sing a song. Thank you. പല്ലവി മാത്രം പറഞ്ഞു
ഇത്രയും നല്ലൊരു ഗാനം ഞാൻ ഈ അടുത്ത കാലത്തും കേട്ടിട്ടില്ല. കൈൻഡ്ലി അക്സെപ്റ്റ് മൈ സ്മോൾ പ്രസന്റേഷൻ. താങ്ക് യു. ഞാനൊരു സിംഗറല്ല, ആരുടെ അടുത്തൊന്നും ഒരു പ്രസന്റേഷൻ ഞാൻ വാങ്ങിക്കാറില്ല. പക്ഷെ നിങ്ങൾ സന്തോഷിച്ചു തരുന്നത് ഞാൻ വേണ്ടെന്ന് വെക്കുന്നില്ല. പകരം ഈ മോതിരം നിങ്ങൾ സ്വീകരിക്കണം. ഓ ഓഫ് കോഴ്സ്, താങ്ക് യു. ഹലോ, പ്ലീസ് സ്റ്റോപ്പ് ദേർ യങ് ചാമിംഗ് ലേഡീസ്. പാട്ടർച്ചലായി സമ്മാനമായി എന്റെ പേന സ്വീകരിച്ചാലും. നോ താങ്ക്സ്. തിരിച്ചു തരാൻ എന്റെ കയ്യിൽ പേനയൊന്നുമില്ല. ഓക്കെ. യെസ്. എന്താ വേണ്ടത്? ആ മെഡാലിയൻ. മെഡാലിയൻ 1,00,000 രൂപ വേണമെങ്കിൽ തരാം. പക്ഷേ ഇത് തരില്ല. തന്നില്ലേ അടികൊള്ളും. തരില്ല. सरदारजी, सरदारजी, प्लीज स्टॉप देयर. वेल डन सरदारजी, थैंक यू. आई एम सॉरी सरदारजी. आप कौन आ रहा है? മലയാളത്തിൽ പറഞ്ഞാൽ മതി, എനിക്ക് മലയാളം അറിയാം. ഓ സർദാർജിക്ക് മലയാളം അറിയാം. ഓ വളരെ സന്തോഷം. സർദാർജി വന്നില്ലായിരുന്നെങ്കിൽ ഇവൻ മലയെല്ലാം ഇടിച്ച് ഞാൻ പപ്പടമാക്കുമായിരുന്നു. ശരിയാ ശരിയാ. അപ്പൊ ഞാൻ കണ്ടല്ലോ. വീട് വരെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യണം. എന്നെയോ? ഈ നരേന്ദ്രൻ കൂട്ടിന്റെ ആവശ്യമേ ഇല്ല. വേണമെങ്കിൽ നരേന്ദ്രൻ കൂട്ടിന് പോകും, അത്രേ ഉള്ളൂ. അപ്പോ സർദാർജി നിങ്ങൾ പോകുന്നില്ലേ? ഞാൻ മറ്റേ സർദാർജി. ഗുഡ് നൈറ്റ് സർദാർജി. കഥകൾ തുറക്കൂ. ആരാണെന്ന് ചോദിച്ചില്ലേ? കഥകൾ തുറക്കാൻ. നിങ്ങൾക്ക് തെറ്റിപ്പോയി. ഇത് സ്ത്രീകളുടെ റൂമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വന്നത്. മര്യാദയ്ക്ക് കഥകൾ തുറക്കൂ. Hands up. Move. പറയൂ, പുരുഷന്മാരെ ബഹുമാനിക്കില്ല അല്ലേ? എന്താണ് ഈ വേഷം? ഉഷ എവിടെ പോയിരുന്നു? ഞാൻ ആ നരേന്ദ്രനെ പിന്തുടരുകയായിരുന്നു. അതുകൊണ്ടൊരു ഫലമുണ്ടായി. എന്ത് ഫലം? അയാളെ രണ്ടുപേര് പൊതരെ തല്ലുന്നത് കണ്ടു. കർത്താവേ, ആള് കാലിയായോ? ഇല്ലില്ല, തൽക്കാലം ഞാൻ രക്ഷപ്പെടുത്തി. ആ മനുഷ്യൻ നമ്മൾ ഫോട്ടോയിൽ കണ്ട കൈപ്പട്ട ധരിച്ചിരുന്നു കൊണ്ടാണോ ഉഷ അയാളെ പിന്തുടർന്നത്? അതെ. ഉഷ എന്തിനാ മോതിരം തന്ന മനുഷ്യന് പകരം ഒരു മോതിരം കൊടുത്തത്? എടി കൊച്ചേ, അതൊരു പ്രത്യേകതരം മോതിരമാണ്. അതിന്റെ അകത്ത് ഒരു നമ്പർ പ്ലേറ്റ് ഉണ്ട്. നമ്മുടെ കയ്യിലുള്ള ടെലിവിഷനിൽ നോക്കിയാൽ ആ മോതിരം അണിഞ്ഞിരിക്കുന്ന ആളിന്റെ എല്ലാ ചലനങ്ങളും നമുക്ക് നേരി കാണാൻ കഴിയും. ഐഡിയ. ശ്രീരാമരാമ 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 ശ്രീരാമണേ ശ്രീരാമരാമ സംസ്ഥാവരാ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം, നിൻചിരിയിൽ അലിയുന്നു ജീവരാഗം, നീലവാനിൽ അലിയുന്നു ദാഹമേഘം, നിൻചിരിയിൽ അലിയുന്നു ജീവരാഗം. മോൾ ഇവിടെ എന്ത് ചെയ്യായിരുന്നു?
ഞാൻ പറയൂല. ഓ, പാട്ട് പാടുമായിരുന്നല്ലേ? നല്ല സ്വരമാധുര്യം. പാട്ട് മാത്രല്ല, വേറൊന്നും കൂടിയുണ്ട്. ഞാൻ പറയൂല. അച്ഛനോട് പറയാൻ പാടില്ല മോളെ. അയ്യേ, എനിക്ക് നാണാവൂ. അച്ഛനോട് പറയുന്നത് നാണിക്കണ്ട. പറയൂ. പറയട്ടെ, ഞാൻ പറയും. ഇതാ പറയാൻ പോണു. പിന്നെ പിന്നെ ഞാനും നരേന്ദ്രൻ ചേട്ടന്റെ ഫോട്ടോയും കൂടി നസീറശ്ശേരി അഭിനയിക്കായിരുന്നു. അത്രേ ഉള്ളോ? പറഞ്ഞതുപോലെ നരേന്ദ്രൻ ഇന്നലെ വന്നില്ലേ മോളെ ഇവിടെ? വന്നില്ല അച്ഛാ. അച്ഛാ, എന്നെന്താ നരേന്ദ്ര ചേട്ടൻ കല്യാണം കഴിക്കാത്തത്? ധൃതി പിടിക്കാതെ മോളെ. പിന്നെ അച്ഛനങ്ങനെ പറയാം, എനിക്കിങ്ങനെ കല്യാണം കഴിക്കാതിരിക്കാൻ വയ്യ. മോളെ നരേന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് മോളെ അച്ഛൻ ഈ പാടെല്ലാം പെടുന്നത്. റോഡെ തെണ്ടി നിർത്തവനെ കാറും കൊടുത്ത് നമ്മുടെ കമ്പനിയുടെ മാനേജർ ആക്കിയില്ലേ? ഇത് വെറുതെയാണോ? വരട്ടെ, സമയാവട്ടെ. അച്ഛൻ നരേന്ദ്രനോട് പറഞ്ഞ് കല്യാണം കഴിപ്പിക്കാൻ കേട്ടാ. ചേട്ടൻ വന്നേ, ചേട്ടൻ വന്നു. ചേട്ടൻ വന്നേ, ചേട്ടൻ വന്നേ, ചേട്ടൻ വന്നേ, ചേട്ടൻ വന്നേ. നരേന്ദ്രന് 100 വയസ്സ് ആയുസാ. ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയുള്ളൂ. ഇന്നലെ എന്താ വരാഞ്ഞത്? ഞാൻ ഇന്നലെ ബ്ലൂ മൂണിലെ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു അപകടമുണ്ടായി. പൊടിയാത്ത അച്ഛൻ പറഞ്ഞ കേക്കണ്ടേ മോളെ? പോ. ഞാൻ അച്ഛൻ പറഞ്ഞാൽ കേൾക്കൂല, ചേട്ടൻ പറഞ്ഞാലേ കേൾക്കൂ. ശരി, എന്നാ ചേട്ടൻ പറയാം. നല്ല കുഞ്ഞല്ലേ, അകത്ത് പോ. ഹായ് 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 ഹായ്. എന്തോ ഒരു ആക്സിഡന്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഓ, വഴിയിൽ വെച്ച് 2 കള്ളന്മാരെന്നെ ആക്രമിച്ചു. ആക്രമിച്ചു? എന്തിന്? കാര്യമെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ വിട്ടില്ല. 2 താഴ്ത്തുള്ള സാർ ടിഷീം 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 കൊടുത്തു സാർ. 1ാം ക്ലാസ് ഇടി. ആ സർദാറി വന്നില്ലായിരുന്നെങ്കിൽ 2നെ ഞാൻ ശവപ്പെട്ടിയിൽ കയറ്റിനെ. സർദാർജിയോ? അതെ, സർദാർജി. ആ സർദാർജിയുടെ കാറിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ നിന്റെ കൈമ കിടക്കുന്നത്? ഇത് എനിക്കൊരു സ്നേഹിതൻ സമ്മാനമായി തന്നതാണ്. MSM 1479 നിങ്ങളുടെ കാർ തന്നെയല്ലേ? ഞങ്ങളുടെ ടൂറിസ്റ്റ് ടാക്സികൾ ഒന്നാണത്. എക്സ്ക്യൂസ് മീ, ഇന്നലെ ആ കാർ വാടകയ്ക്കെടുത്ത സർദാർജിയുടെ അഡ്രസ്സും തരണം. സർദാർജിയോ? സർദാർജിമാരും ഇന്നലെ ഇവിടെ വന്നതായി ഞാൻ ഓർക്കുന്നില്ലല്ലോ. ഇന്നലെ നിങ്ങൾ തന്നെയാണോ ഇവിടെ ഇരുന്നിരുന്നത്? ഞാനെവിടെ ഇരിക്കാറുള്ളൂ. MSM 1479. ഒരു സ്ത്രീയാണല്ലോ കൊണ്ടുപോയിട്ടുള്ളത്. സ്ത്രീയോ? അതെ, മിസ് ഉഷ നായർ, ഹോട്ടൽ ബ്ലൂ മൂൺ, മദ്രാസ് 8. ഉഷ നായർ. അപ്പോൾ ആ സർദാർജി? സർദാർജി ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് എന്തോ സ്ഥലജലഭ്രമം പറ്റിയതായിരിക്കും. എന്തായി, കാർ നമ്പർ ശരിയാണോ? ഏതായാലും നരേന്ദ്രൻ നമ്പർ നോട്ട് ചെയ്ത് വെച്ച് ഭാഗ്യമായി. ആകെ കുഴപ്പമാണ്. ആ കാറ് ഒരു പെണ്ണിന്റെ പേരിലാണ് വാടകയ്ക്കെടുത്തിട്ടുള്ളത്. ആരുടെ പേരിലെങ്കിലും ആവട്ടെ. ഏതായാലും ഇനിയെങ്കിലും ആള് മാറി തല്ലെന്ന് നമ്മുടെ ആളിനോടൊന്ന് പറഞ്ഞേക്കണം. നരേന്ദ്രൻ എന്റെ ജോലിക്കാരനാ, മാത്രമല്ല എന്റെ മരുമോനാവാൻ പോകുന്നതിനും കൂടെ. ഞാൻ പറഞ്ഞില്ലേ ഒരബദ്ധം പറ്റിയാണെന്ന്. അയാളുടെ കയ്യിൽ നമ്മുടെ ആൾക്കാർ ധരിക്കുന്ന പോലെ ഒരു മെഡാലിയൻ ഉണ്ടായിരുന്നു. കൂടാതെ ആ ഹോട്ടലിലെ CID ഓഫീസേഴ്സുമായി സംസാരിക്കുന്നതും കണ്ടു. അവരാണ് നമ്മുടെ രാമനെ കത്തിയെറിഞ്ഞു കൊന്നത്. അതുകൊണ്ടാണ് എനിക്ക് നരേന്ദ്ര സംശയം തോന്നിയത്. നല്ല സംശയം തന്നെ. എറിഞ്ഞവനെ കണ്ടില്ലെങ്കിൽ ഏറിനെ പിടിക്കുക. ആ മെഡാലിയൻ അവൻ ആരോ സമ്മാനിച്ചതാണ്. ശരി, ഏതായാലും നടന്നു. എനിക്ക് മറ്റൊന്നാണ് സംശയം. ആ സർദാർജിയും ആ പെണ്ണുമായി വല്ല ബന്ധമുണ്ടായിരിക്കുമോ? നമുക്ക് പോവാം. ഹലോ മിസ്റ്റർ ഷാം. ഹലോ, ഇത് ആര് മിസ്റ്റർ നരേന്ദ്ര? മിസ്റ്റർ ഷാം, എന്റെ മുറപ്പെണ്ണ ഏത് കോട്ടേജിലാണ്? നിങ്ങളുടെ മുറപ്പെണ്ണോ? അതെ, അറിയില്ലേ? അന്ന് പാടിയ ഗായിക മിസ് ഉഷ നായർ. ഉഷ നായർ നിങ്ങളുടെ മുറപ്പെണ്ണാണോ? എന്നിട്ട് അവൾ എന്താ അന്ന് നിങ്ങൾ പ്രസന്റ് ചെയ്തവരാ വാങ്ങിക്കാഞ്ഞത്? അവൾ എപ്പോഴും അങ്ങനെയാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കണ്ടാൽ പരിചയം ഭാവിക്കില്ല. ആട്ടെ, അവളും കുട്ടിക്കാരികളും ഏത് കോട്ടേജിലാണ് താമസിക്കുന്നത്? അവർ 7ാം നമ്പർ കോട്ടയിലായിരുന്നു. പക്ഷെ അവർ താമസം മാറ്റിയല്ലോ. താമസം മാറ്റി? എങ്ങോട്ട്? ഇവിടെ അടുത്തൊരു വീടെടുത്ത് മാറി. ഓഹോ, അഡ്രസ് ഒന്ന് പറഞ്ഞു തരാമോ? ഓ, അറിയാം. നമ്പർ 9 ദണ്ഡായുധ മുതലി സ്ട്രീറ്റ്. താങ്ക് യു. അപ്പൊ ഞാൻ വരട്ടെ. ഓക്കെ. മിസ്റ്റർ നരേന്ദ്രൻ, ഒരു ഉപകാരം ചെയ്യാമോ? ഓ യെസ്, പറഞ്ഞോളൂ. ഉഷയുടെ സ്നേഹിത റാണിയോട് എന്റെ അന്വേഷണം ഒന്ന് പറയൂ. ഓ, നമ്മുടെ റാണി. പറയാം. റാണി അറിയാമോ? പിന്നെ ഞാൻ അവൾ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയല്ലേ, ഇപ്പോൾ അങ്ങ് വളർന്ന് വലുതായി പോയി. എടാ ഭാഗ്യവാനെ, എന്നെ വിളിച്ചോ? എന്നെ വിളിച്ചു തോന്നി. താനാണോ ഭാഗ്യവാൻ? എന്റെ ജാതകം
ഭാഗ്യജാതകമാണെന്ന് അമ്മ പറയാറുള്ളത്. താനല്ലോ ഭാഗ്യവാൻ. യഥാർത്ഥ ഭാഗ്യവാൻ ആ പോകുന്ന സുന്ദര കുട്ടപ്പന. അയാൾ എത്ര ഭാഗ്യജാതങ്ങളെ ആ വാചമടിച്ച് വീഴ്ത്തിട്ടുള്ളതെന്ന് അറിയാമോ? വിദേശത്ത് നിന്നും സംഭാവന ചെയ്ത നവീന രീതിയിലുള്ള പ്രസ് ഉടനെ വന്നു ചേരും. നമ്മുടെ നേതാക്കൾ ചെയ്യാവുന്നേറ്റിട്ടുള്ള വൻപിച്ച സഹായത്തിന്റെ ഭാഗം മാത്രമാണിത്. നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലേക്കും ഓരോ പ്രസ് വീതം സംഭാവന ചെയ്യാനാണ് എന്റെ ഉദ്ദേശം. ഓഹോ, നിങ്ങളോ? എന്റെ പേര് നരേന്ദ്രൻ. എനിക്കറിയാം, വരൂ. സൗന്ദര്യമുള്ള സ്ത്രീകളൊക്കെ എന്നെ വരവേൽക്കാറുണ്ട്. അല്ല, ഇതെന്താ ക്യാമറയോ? നോക്കട്ടെ നോക്കട്ടെ. ആ, എന്റെ കയ്യിലുള്ള സാധനങ്ങൾ പരിചയമില്ലാത്തവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഓ, ദാറ്റ് ഈസ് വെരി ഗുഡ്. അത് വളരെ നല്ലതാണ്. ഞങ്ങൾക്ക് വളരെയധികം ജോലിയുണ്ട്. സാർ വന്ന കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോണം. അയ്യോ, എനിക്കും വളരെ ജോലിയുണ്ട്. വളരെയധികം ജോലിയുണ്ട്. എന്റെ ഒരു മാസം വാടക പിരിക്കണമെങ്കിൽ തന്നെ വർഷങ്ങളോളമാകും. അല്ല, ആഴ്ചകളോളമാകും. ഓഹോ, നിങ്ങൾ എന്താ ബിൽ കളക്ടറോ? കളക്ടറോ? ഞാനോ? അയ്യോ, എന്നെ പറ്റി നാട്ടിലെ ആളോട് ചോദിച്ചാൽ മതി, അവർ പറയും. എനിക്കാണെങ്കിൽ ഈ സിറ്റിക്കകത്ത് 1000 കടകൾ, 1000 പീടികകൾ, 1000 കെട്ടിടങ്ങൾ, പിന്നെ ബെൻസ് കാറ്, ഇംപാല കാറ്, സൈക്കിൾ, കപ്പൽ എന്ന് വേണ്ട മെരീന ബീച്ചിലുള്ള സ്വിമ്മിംഗ് പൂൾ പോരെ ഞാൻ വാങ്ങാൻ പോവുകയാണ്. അയ്യോ, എന്ത് പറ്റി? റാണി, വേഗം പോയി ഉള്ള വെള്ളം കൊണ്ടുവരൂ. വിടൂ മിസ്റ്റർ, ഒന്ന് വിടൂ. ഐ എം സോറി. എനിക്ക് സോക്കേട് കൂടെ കൂടെ വരാറുണ്ട്. അപ്പോ അടുത്തുള്ള ഒരു പെൺകുട്ടിയെ കെട്ടിപ്പിടിച്ചാൽ അത് ഉടനെ മാറിക്കൊള്ളും. ഇതൊരു വല്ലാത്ത സൂക്കേടാണല്ലോ. യെസ്, ഇത് ഒരുതരം സോക്കേടാണ്. എന്റെ മീബ ഇഷ്ടൊട്ടിക്കാന്ന് പറയും. ഇത്ര പെട്ടെന്ന് എങ്ങനെ സംഭവിച്ചു? കണക്കില്ലാത്ത എന്റെ സ്വത്തുക്കളെ പറ്റി ആലോചിച്ചപ്പോ എനിക്ക് ബോധക്കേട് വന്നു. ഇതാ, വെള്ളം കുടിക്കും. അത്രയേ ഉള്ളൂ. വെള്ളം വേണ്ട കുട്ടി. സാർ ഈ നാട്ടിലെ ഒരു വലിയ ധനവാനാണല്ലോ. യെസ്, ഞാൻ വിനീതനാണ്. എനിക്ക് പൊങ്ങച്ചം പറയുന്നതും കേൾക്കുന്നതൊന്നും ഇഷ്ടമല്ല. ഇക്കാലത്ത് സാമർഥ്യമുള്ളവർ കള്ളനോട്ടടിച്ചും കള്ളപ്പൊന്ന് കടത്തിയുമൊക്കെയാണ് പണം ഉണ്ടാക്കുന്നത്. സാറിനും ഇതിലേതാണ്ടൊരു ഏർപ്പാടുണ്ടെന്നാ തോന്നുന്നു. ഈ കള്ളക്കടത്തുകാരും ഈ കള്ളപ്പൊന്ന് കച്ചവടക്കാരും ഒക്കെ എന്റെ കയ്യിൽ നിന്നല്ലേ പണം കടം വാങ്ങുന്നത്. നിങ്ങൾക്ക് പണം വല്ലതും വേണോ? സ്വർണം വേണോ? നോട്ട് വേണോ? ഞങ്ങൾ വാങ്ങിച്ചു തരാം. ഇപ്പൊ ഒന്നും വേണ്ട. സമയമാകുമ്പോൾ ഞങ്ങൾ അങ്ങോട്ടൊന്ന് വാങ്ങിച്ചുകൊള്ളാം. അപ്പോ സാറ് പോവുകയല്ലേ? ഏയ്, ഞാനെങ്ങും പോകുന്നില്ല. എനിക്ക് ധൃതിയില്ല. ഞാൻ സമാധാനമായി സാവധാനമായി പോകാം. കുട്ടി ഇരിക്കൂ. പക്ഷേ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ഓഹോ, എന്നാ ഞാൻ പോയിക്കൊള്ളാം. അപ്പോ ഞാൻ വരട്ടെ. ഉഗ്ര ബോറൻ സലീനെ. അയാൾ ഒരു ബോറനായിരിക്കാൻ വഴിയില്ല. ഒന്നുകിൽ അയാൾ ഒരു സിദ്ധൻ, അല്ലെങ്കിൽ ഭയങ്കര കള്ളൻ. ഏതായാലും ഞാൻ അയാളെ കയ്യിലെടുക്കും. അതെങ്ങനെ? അതിനെന്താ പ്രയാസം? ഏറ്റവും മനോഹരമായൊരായുധം നമ്മുടെ കയ്യിലുണ്ടല്ലോ, പ്രേമം. പ്രേമമോ? അതെ, സാക്ഷാൽ പ്രേമം. ഇന്നു മുതൽ നരേന്ദ്രനോട് എനിക്ക് കടുത്ത പ്രേമമാണ്. പ്രസ്സും മഷിയും പേപ്പറും നമ്മുടെ ആൾത്തറയിൽ എത്തുന്നത് പൂവോളം തുള്ളൽ ദിവസമായിരിക്കും. ഭക്ഷണത്തിനിടയിൽ സാധനങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ എങ്കിലും നമ്മുടെ ഓരോ ചുവടുവയ്പും വളരെ ജാഗ്രതയോടെ വേണം. മനസ്സിലായോ? That's right. Cheers. പൂവോളം തുള്ളൽ നടക്കുന്ന ആൽത്തറ. പൂവോടം തുള്ളി വന്നേ, പൂമാല ചാർത്തി വന്നേ, തീക്കനൽ പൂത്തളിക തിരുനടയിൽ കൊണ്ടുവന്നേ. പൂവോടം തുള്ളി വന്നേ, പൂമാല ചാർത്തി വന്നേ, തീക്കനൽ പൂത്തളിക തിരുനടയിൽ കൊണ്ടുവന്നേ. കാളി കരിങ്കാളി രക്തേശ്വരി, നീലി ചാമുണ്ഡി ഭുവനേശ്വരി. കാളി കരിങ്കാളി രക്തേശ്വരി, നീലി ചാമുണ്ഡി ഭുവനേശ്വരി. പൂവോടം തുള്ളി വന്നേൻ, പൂമാല ചാർത്തി വന്നേൻ, തീക്കനൽ പൂത്തളിക തിരുനടയിൽ കൊണ്ടുവന്നേൻ.
നേർവഴി ചൊല്ലിത്തരൂ നിത്യമെന്റെ മുന്നിൽ വരൂ സർവവും അറിഞ്ഞവളെ സങ്കടങ്ങൾ നീക്കിത്തരൂ സർവവും അറിഞ്ഞവളെ സങ്കടങ്ങൾ നീക്കിത്തരൂ കാളി കരുങ്കാളി രക്തേശ്വരി ചാമുണ്ഡി ഭുവനേശ്വരി പൂവോടം തുള്ളി വന്നേ പൂമാല ചാർത്തി വന്നേ തീക്കനൽ പൂത്തളിക തിരുനടയിൽ കൊണ്ടുവന്നേ കാൺമതു മായകളോ കാളി നിന്റെ കൽപ്പനയോ കാൺമതു മായകളോ കാളി നിന്റെ കൽപ്പനയോ നിത്യതയായി വിലസും നിന്റെ സത്യഭാവനയോ കാളി കരിങ്കാളി രക്തേശ്വരി ചാമുണ്ഡി ഭുവനേശ്വരി പൂവോടം തുള്ളി വന്നേ പൂമാല ചാർത്തി വന്നേ തീക്കനൽ പൂത്തളിക തിരുനടയിൽ കൊണ്ടുവന്നേ കാളി കരിങ്കാളി രക്തേ